2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചെങ്കിൽ 2008 നവംബർ മാസം 8 എന്ത് ചെയ്യുന്നു? ഇന്ത്യ, I reach my destination and you too എന്നുള്ള ആ ഒരു സന്ദേശമാണ് എവിടെ നിന്ന് ലഭിക്കുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 3ന്റെ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മള് ചന്ദ്രയാനെ പറ്റിയിട്ടും ആദിത്യ L1നെ പറ്റിയിട്ടും പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ PSCയുടെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, LGS പരീക്ഷ, ഏത് പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാം. ആദിത്യ L1, മംഗൾയാൻ തുടങ്ങിയ മറ്റു വിക്ഷേപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ചു കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് അറിയാം ചന്ദ്രയാനുമായിട്ട് ബേസ് ചെയ്താണ്. ചന്ദ്രയാനിന്റെ ബേസിക് ലെവൽ തൊട്ടുള്ള ചോദ്യങ്ങൾ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ ചോദിച്ചു കാണുന്നുണ്ട്. സോ നമുക്ക് ഇനിയുള്ള പരീക്ഷകളിൽ ഇത്തരത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സിൽ എന്റെ കൂടെ തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? പോരെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചന്ദ്രയാനെ പറ്റിയിട്ടാണ്. ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുന്നു ഒന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയാൽ നമ്മൾ അവിടെയും നമ്മൾ പതറി പോകരുത്. നമ്മൾ അതും പഠിച്ചിട്ടേ പോകത്തുള്ളൂ. സോ മൂവിങ് ഓൺ ടു ചന്ദ്രയാൻ ക്വസ്റ്റ്യൻസ്. എങ്ങനെയൊക്കെയാണ് ചന്ദ്രയാന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളെ ഒന്ന് സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ലാൻഡർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റോവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും റീസെന്റ് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം കുറെ പേര് കൊണ്ടുപോയി അതിന്റെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നു നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. സോ നമ്മൾ ഇനി അത് ശരിയാക്കിയേ പോകത്തുള്ളൂ അല്ലേ? അപ്പൊ റോവർ അറിയപ്പെടുന്നത് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുന്നത്? പ്രഗ്യാനാണ്. ലാൻഡർ ചോദിച്ചാലാണ് വിക്രം പറയുന്നത് അല്ലെ? ഇനി നോക്കിക്കേ, 10th ലെവൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. അത് നമ്മുടെ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യം. അത് 4 ചോദ്യങ്ങൾ, 4 സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 4 സ്റ്റേറ്റ്മെന്റിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. 2023 ഓഗസ്റ്റ് മാസം 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു എന്ന് പറയുന്നു. ISRO ചെയർമാൻ മോഹൻ കുമാർ ആയിരുന്നു. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ചന്ദ്രയാൻ 3ന്റെ മൊത്തം ചെലവ് 615 കോടി രൂപയാണെന്ന് പറയുന്നു. ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. എന്നാൽ ISROയുടെ ചെയർമാൻ മോഹൻ കുമാർ ആയിരുന്നോ? അല്ല. സോ ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ചോദ്യം. ഒന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കാം? സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. സോ എങ്ങനെ ചോദിച്ചാലും ഇനി നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കും. ആദ്യം തന്നെ നമുക്ക് ചന്ദ്രയാൻ 1നെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ചന്ദ്രയാൻ 1 ആണ് അല്ലെ? ചന്ദ്രയാൻ 1 എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ്. എന്നാണ് വിക്ഷേപിച്ചത്? ഡേറ്റ് പഠിച്ചു വെച്ചേക്കണേ. 2008-ലാണ്. ഓക്കെ, അതാ ശ്രദ്ധിച്ചിരുന്നേ. 2008 ഒക്ടോബർ മാസം 22-ാം തീയതി. 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. മനസ്സിലായോ? എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2008 ഒക്ടോബർ മാസം 22 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. നമുക്കറിയാം ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ട എന്നാണ് കൂടുതലായിട്ട് നമ്മളുടെ PSCയിൽ ചോദിക്കുന്നത്. സോ ശ്രീഹരിക്കോട്ടയെ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ഒന്നാണ്. ഓക്കെ, അപ്പോ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇനി വിക്ഷേപണ വാഹനത്തിന്റെ പേരൊന്ന് നോക്കിക്കേ. എന്താണ് വിക്ഷേപണ വാഹനത്തിന്റെ പേര്? PSLV C11 എന്നാണ്. എന്താണ്?
PSLV-C11 എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു തീർക്കണേ. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 1380 കിലോഗ്രാം ഭാരമാണ്. എത്രയാണ്? 1380 കിലോഗ്രാം ആണ് ചന്ദ്രയാൻ 1ന്റെ ഭാരം എന്ന് പറയുന്നത്. എങ്കിൽ ദാ നോക്കിക്കേ, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ, അതായത് ഏകദേശം 504 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 2008 നവംബർ മാസം 8-ാം തീയതിയാണ്. അപ്പൊ നോക്കുക, 2008 ഒക്ടോബർ 22-ന് വിക്ഷേപിച്ചെങ്കിൽ 2008 നവംബർ മാസം 8-ാം തീയതി എന്ത് ചെയ്യുന്നു? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നമ്മുടെ ചന്ദ്രയാൻ 1 എത്തുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ, ചന്ദ്രന്റെ ആദ്യത്തെ ദൗത്യത്തിന്റെ പേര് ചന്ദ്രയാൻ 1 എന്നാണ്. ഇത് 2008 ഒക്ടോബർ മാസം 22-നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. PSLV-C11 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 1380 കിലോഗ്രാം ആണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇത് എത്തുന്നത് എന്നാണ്? 2008 നവംബർ മാസം 8-ാം തീയതിയാണ്. പഠിച്ചു കഴിഞ്ഞേ. ഇനി ആകെ ചെലവ് എത്ര കോടിയാണെന്ന് അറിയാമോ? വെറും 386 കോടി രൂപ മാത്രമാണ്. എത്രയാണ്? 386. വെറും 386 കോടി രൂപ മാത്രമാണ് ചന്ദ്രയാൻ 1ന്റെ ചെലവ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചന്ദ്രയാൻ 2, 3 ഒക്കെ ആകുമ്പോൾ ചെലവ് കൂടി കൂടി വരും കേട്ടോ. 386 കോടിയാണ് ഇതിന്റെ ആകെ ചെലവെന്ന് പറയുന്നത്. ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്യുകയുണ്ടായി? ചന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങുകയുണ്ടായി. ഓക്കെ, അങ്ങനെ ഇടിച്ചിറങ്ങിയ ഡേറ്റ് ചോദിച്ചാൽ നമ്മൾ പറയും 2008 നവംബർ മാസം 14-ാം തീയതിയാണ്. അപ്പൊ ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ്? സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേ. നവംബർ മാസം 14. 2008 നവംബർ മാസം 14 ചന്ദ്രയാൻ 1-മായി ബന്ധപ്പെട്ട വർഷമൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 2008 എന്നുള്ള വർഷം കിടക്കണം. കേട്ടല്ലോ. ഇനി ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഈ ഒരു മിഷൻ ചന്ദ്രനിലേക്കുള്ള ആ ഒരു ചന്ദ്ര ദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം എന്നും AB വാജ്പേയി എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടാകും. ഉത്തരം എന്താണ്? AB വാജ്പേയി ആണ്. അപ്പൊ ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് പറഞ്ഞേ. AB വാജ്പേയി ആണ്. ഇനി ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിക്കാം. ഓക്കെ, ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4-ാമത്തെ രാജ്യമാണ്. എത്രാമത്തെയാണ്? 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നമ്മൾ ഇന്ത്യക്ക് വേറൊരു രാജ്യത്തിന്റെ സഹായം അത്യാവശ്യമായിരുന്നു. ഈ ഒരു എന്താണ് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഓൾറെഡി ഈ ചന്ദ്രന്റെ ദൗത്യമൊക്കെ ചെയ്ത ഏതോ ഒരു രാജ്യത്തിന്റെ ഒരു സഹായം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി സഹായം നൽകിയ ആ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും റഷ്യ ആണ്. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റഷ്യ ആണ്. ഓക്കെ, ഇനി 2008 എന്ത് ചെയ്തു? നവംബർ 14-ന് ഇടിച്ചിറങ്ങിയല്ലോ. അതിനുശേഷം 2009 ഓഗസ്റ്റ് മാസം 28 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇതിന്റെ പ്രവർത്തനം അവസാനിച്ചു. ചന്ദ്രയാൻ 1 ഡെഡ് ആയി. ഓക്കെ, 2009 ഓഗസ്റ്റ് മാസം 2008 നവംബറിൽ ഇടിച്ചിറങ്ങി. അതിനുശേഷം 2009 അടുത്ത വർഷമാണ്, നവംബറൊക്കെ ആകാറായി, ഓഗസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഓഗസ്റ്റ് 28 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ചന്ദ്രയാൻ 1ന്റെ ആ ഒരു എന്താണ് ആ ഒരു പ്രവർത്തനം അവിടെ അവസാനിക്കുകയാണ്. ഈ പ്രവർത്തനം അവസാനിച്ചതായിട്ട് ISRO പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ദിവസം 2009 ഓഗസ്റ്റ് മാസം 29-ാം തീയതി എന്ത് ചെയ്യുന്നു? പ്രവർത്തനം അവസാനിച്ചതായിട്ട് ISRO പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, അപ്പോ ഒക്ടോബർ 2008 2009 2008 വിക്ഷേപിക്കുന്നത്. എന്താണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു? 2009
ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനം അവസാനിക്കുന്നത്. അപ്പൊ ചോദ്യം നോക്കിക്കേ, വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജി മാധവൻ നായർ. അപ്പൊ ഓർത്തിരിക്കുക, ജി മാധവൻ നായർ ചന്ദ്രയാൻ 1 ആണ്. ഓക്കെ. ഇനി വിക്ഷേപണ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ M അണ്ണാദുരൈ ആയിരുന്നു. ആരായിരുന്നു? M അണ്ണാദുരൈ ആയിരുന്നു. ഈ വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. 2008 അല്ലേ? അപ്പൊ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 28. പ്രവർത്തനം അവസാനിച്ചതായിട്ട് ISRO നോട്ടിഫൈ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 29. ഈ സമയത്ത് ISRO ചെയർമാൻ മാധവൻ നായരാണ്, ജി മാധവൻ നായരാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വിക്ഷേപണ സമയത്ത് പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് M അണ്ണാദുരൈയാണ്. വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഇനി ഇതാ നോക്കിക്കേ, എത്ര ബഹിരാകാശ പേടകങ്ങളുമായിട്ടാണ് ചന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഈ ബഹിരാകാശ പേടകങ്ങൾ, പേലോഡ്സ് എന്ന് പറയും. അതായത് ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ പേലോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ അതിനകത്ത് എത്ര പേലോഡുകൾ ഉണ്ടായിരുന്നു? 11 പേലോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയാണ്? ചന്ദ്രയാൻ 1നകത്ത് 11 പേലോഡുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പേലോഡുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അത് 5 എണ്ണം. ബാക്കിയുള്ളതെല്ലാം വേറെ രാജ്യങ്ങളുടെ പേലോഡുകളായിരുന്നു. അവിടെ ഇന്ത്യയുടെ പേലോഡുകൾ എത്ര എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ? 5 പേലോഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം എന്തായിരുന്നു? ഈ 5 പേലോഡുകളും നിരീക്ഷണ ഉപഗ്രഹങ്ങളായിരുന്നു. അവിടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓരോ എക്യുപ്മെന്റ്സ് ആയിരുന്നു ഏത്? ഈ ഒരു ചന്ദ്രനിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പേലോഡുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ചന്ദ്രയാൻ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു കേട്ടോ. മാധവൻ നായർ ഈ വിക്ഷേപിച്ച സമയത്തുണ്ടായിരുന്ന ISRO ചെയർമാൻ ആണ്. എന്നാൽ ഇതിന്റെയൊക്കെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ചന്ദ്രയാൻ നിർമ്മാണമൊക്കെ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ കസ്തൂരിരംഗൻ ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു. എങ്കിൽ ചന്ദ്രയാൻ ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണ്? പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ KN ഗോസ്വാമിയാണ്. ആരാണ്? KN ഗോസ്വാമിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ചന്ദ്രയാൻ 1നകത്ത് എത്ര പേലോഡുകൾ ഉണ്ടായിരുന്നു? 11. അതിൽ എത്ര എണ്ണമാണ് ഇന്ത്യയുടേത്? 5 എണ്ണം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതല്ലെങ്കിൽ ചന്ദ്രന്റെ ആ ഒരു ചന്ദ്രയാൻ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു. ഇനി ചന്ദ്രയാൻ ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും KN ഗോസ്വാമിയാണ്. ഓക്കെ. എങ്കിൽ ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം, നമ്മൾ പറഞ്ഞല്ലോ പേലോഡുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഓരോ പേലോഡുകൾക്കും ഓരോരോ പേരുകളുണ്ട്. അപ്പോ ചന്ദ്രനിൽ എന്തുണ്ട്? മഞ്ഞുപാളികളുണ്ട്. എന്താണ്? ചന്ദ്രനില് മഞ്ഞുപാളികളുണ്ട് എന്ന് കണ്ടെത്തിയ ഉപകരണം ഏതായിരുന്നു? അത് മിനിസാർ ആയിരുന്നു. മിനിസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിയേച്ചർ. മിനി എന്ന് ഉദ്ദേശിക്കുന്നത് മിനിയേച്ചറിനെയാണ്, അല്ലാതെ വേറെ മിനി അല്ല കേട്ടോ. മിനിയേച്ചർ ആണ്. SAR ആണ് മിനിസാർ. സാർ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. എന്താണ്? സിന്തറ്റിക് അപ്പേർച്ചർ റഡാറിനെയാണ് നമ്മൾ മിനിസാർ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം ഏതാണ്? അത് മിനിസാർ ആണ്. ഓക്കെ ആണോ? അപ്പൊ ചന്ദ്രയാൻ 1 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? ചന്ദ്രയാൻ 1മായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം ചോദിച്ചാലും ഇവനെ ആൻസർ ചെയ്യുമല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യമാണ്. 2008 ഒക്ടോബർ 22 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV C11 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ 1380 കിലോഗ്രാം ഭാരത്തോടു കൂടി വിക്ഷേപിക്കുന്നു. ഇത് ആ ഒരു ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നത് നവംബർ മാസം 8-ാം തീയതിയാണ്. ഇതിന്റെ ആകെ ചെലവ് 386 കോടി രൂപയാണ്. ഇത് അവിടേക്ക് ഇടിച്ചിറങ്ങുന്നത് നവംബർ മാസം 14-ാം തീയതിയാണ്. ചന്ദ്രയാൻ എന്നുള്ള പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള 4ാമത്തെ
രാജ്യമാണ്, പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തത് റഷ്യയാണ്. ഇതിന്റെ പ്രവർത്തനം നിലച്ചത് ഓഗസ്റ്റ് 28, 2009 തൊട്ടടുത്ത ദിവസം ISRO അത് പ്രവർത്തനം അവസാനിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് G മാധവൻ നായരാണ്. M അണ്ണാദുരൈയാണ് ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ. ഈ സമയം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഇതിനകത്ത് മൊത്തത്തിൽ 11 പേലോഡുകൾ, അതിൽ 5 എണ്ണം ഇന്ത്യയുടേതായിരുന്നു. ഇനി ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ K കസ്തൂരി രംഗൻ ആയിരുന്നു. ഇതിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ KN ഗോസ്വാമിയാണ്. ഇതിനകത്ത് മഞ്ഞുപാളികൾ കണ്ടെത്തിയ എക്യുപ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ മിനിസാർ ആണ്. മിനിയേച്ചർ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ആണ്. ഓക്കെ, ചന്ദ്രയാൻ 1 കഴിഞ്ഞു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് ചന്ദ്രയാൻ 2ലേക്ക് പോകാം. ചന്ദ്രയാൻ 1 അതേപടി പഠിച്ച കാര്യങ്ങൾ അതേപടി ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആക്കാത്ത രീതിയിൽ ഇത് ഫ്രഷ് മൈൻഡോട് കൂടി ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്രപരിവേഷണ ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 2 രണ്ടാമത്തതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. നമുക്കറിയാം മിനിസാർ എന്ത് കണ്ടുപിടിച്ചു? മഞ്ഞുപാളികൾ കണ്ടുപിടിച്ചു അല്ലെ? ഐസിന്റെ സാന്നിധ്യം അവിടെ കണ്ടുപിടിച്ചു. അപ്പോ ആ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെയൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് വിക്ഷേപിക്കാൻ പോകുന്നത്? ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് എന്നാണ് വിക്ഷേപിച്ചത്? ശ്രദ്ധിച്ചിരിക്കുക. ചന്ദ്രയാൻ 2മായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചാൽ നമ്മൾ 2019ലേക്ക് പോകണം. ഒന്നാണെങ്കിൽ നമ്മൾ 2008 നിന്നാൽ മതി. ഓക്കെ, വർഷം ഒന്ന് മാറിപ്പോകരുത്. 2008 ചന്ദ്രയാൻ 1, 2019 ചന്ദ്രയാൻ 2. ഓക്കെ, അത്രയും വർഷം എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിക്ഷേപിച്ച ഡേറ്റ് ഒന്ന് നോക്കിയേ. 2019 ജൂലൈ മാസം 22-ാം തീയതിയാണ്. 2019 ജൂലൈ മാസം 22-ാം തീയതിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? നോക്കിക്കേ, GSLV Mark 3 M1. ISROയുടെ ബാഹുബലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിക്ഷേപണ വാഹനമാണ് ഇത്. GSLV Mark 3 M1 എന്ന് പറയുന്നത് ISROയുടെ ബാഹുബലിയാണ് അല്ലെ? GSLV Mark 3 M1. സോ ഈ ഒരു വിക്ഷേപണ വാഹനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇത് വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ഇവിടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് അല്ലെങ്കിൽ ലാൻഡർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലാൻഡർ. വിക്രം ലാൻഡ് ചെയ്തു എന്ന് എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുക. ലാൻഡർ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വിക്രമിന്റെ പേര് പറയാം. വിക്രം ലാൻഡ് ചെയ്തു. ഓക്കെ, വിക്രം ലാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര്. ലാൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഉപഗ്രഹമാകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകും? ഒരു ലാൻഡറും ഉണ്ടാകും, ഒരു റോവറും ഉണ്ടാകും. എന്താണ് ഈ ലാൻഡർ എന്ന് പറഞ്ഞാല്? ലാൻഡർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ മൂണാണെങ്കിൽ, ചന്ദ്രനാണെങ്കിൽ ഇതിലേക്ക് ഇടിച്ചിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ആ ഇടിച്ചിറങ്ങുന്ന ആ ഒരു എക്യുപ്മെന്റിനെയാണ് ലാൻഡർ എന്ന് പറയുന്നത്. ഈ ലാൻഡർ ഇടിച്ചിറങ്ങി കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് തന്നെ അങ്ങ് നിൽക്കും. പിന്നീട് അവിടുന്ന് പൊസിഷൻ മാറത്തില്ല. ഓക്കെ, പിന്നീട് അവിടെ നടന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവിടെ നടന്ന ഓരോ പരീക്ഷണങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇത് റോവർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചന്ദ്രന്റെ ഏതെങ്കിലും ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ ആ ഒരു എന്താണ് ആ സർഫസിനകത്ത് ഒരു എക്യുപ്മെന്റ് നമ്മുടെ ചന്ദ്രയാൻ 1 ഇങ്ങനെ അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 ഇങ്ങനെ ഇടിച്ചിറങ്ങി നിൽക്കുന്ന ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ ചന്ദ്രയാൻ 3ന്റെ ഒരു ഇമേജ്, ആ ഒരു വലിയൊരു എന്താണ് എക്യുപ്മെന്റ് പോലത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് നിന്നാണ് നമ്മുടെ പേലോഡുകൾ. ഈ പേലോഡുകളാണ് റോവേഴ്സ്. ഈ റോവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? റോവർ ഇറങ്ങിയിട്ട് റോവർ ആണ് പോയി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ആ ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ എല്ലാം ഇങ്ങനെ യാത്ര ചെയ്ത് കുണ്ടും കുഴിയും വെള്ളവും അതും ഇതും എല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ റോവേഴ്സ് ആയിരിക്കും. മറ്റേത് വിക്രം ലാൻഡർ ആണ്. ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ അറിയപ്പെടുന്ന പേരെന്താണ്? വിക്രം എന്നാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ വിക്ഷേപിച്ച ഡേറ്റ് 2019 ജൂലൈ 22.
എവിടെ നിന്നും? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ്. വിക്ഷേപണ വാഹനത്തിന്റെ പേര് GSLV Mark 3 M1 എന്നാണ്. ഇതിന്റെ ലാൻഡറിന്റെ പേരെന്ന് പറയുന്നത് വിക്രമാണ്. ഇവിടെ റോവറിന്റെ പേരെന്താണ്? ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2ന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. എന്താണ്? പ്രഗ്യാൻ. ഓക്കെ, ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2ന്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ലാൻഡറിന്റെ പേരാണ് വിക്രം. ഓക്കെ, ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ. ഓക്കെ, ക്ലിയർ? എങ്കിൽ അടുത്ത ചോദ്യം, വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന്റെ പേര്. ഈ വിക്രം ലാൻഡർ എന്ത് ചെയ്യുന്നു? ഇടിച്ചിറങ്ങുന്നു. ഓക്കെ, വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ ആ ഒരു സ്ഥലത്തിന്റെ പേര് തിരങ്ക എന്നാണ്. ഓക്കെ, തിരങ്ക എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരങ്ക എന്ന പേരിലാണ് ആ ഒരു പോയിന്റ് അറിയപ്പെടുന്നത്. ഇനി ചന്ദ്രയാൻ 2 തന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എന്നാണ് എത്തുന്നത്? 2019 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ്. ജൂലൈ 22-ന് വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നു. ഓക്കെ, എങ്കിൽ ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറുടെ പേരെന്താണ്? ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടറുടെ പേര് മുത്തയ്യ വനിത എന്നാണ്. എന്താണ്? മുത്തയ്യ വനിത. ഓക്കെ, ഇനി മിഷൻ ഡയറക്ടറുടെ പേര് ഋതു കരിദാസ് ശ്രീവാസ്തവ എന്നാണ്. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? K ശിവൻ ആയിരുന്നു. എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ചിത്രം ഉണ്ടാകും അല്ലെ? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് K ശിവനാണ്. ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം എന്നായിരുന്നു? 2019 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ്. 2019 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് എന്ത് ചെയ്തിരുന്നത്? ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അവിടെ എന്തോ ഒരു ട്രാജഡി നടന്നു അല്ലേ? എന്ത് പറ്റി? 2019 സെപ്റ്റംബർ 7-ന് ചന്ദ്രന്റെ 2 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയ ചന്ദ്രയാൻ 2 എന്ത് ചെയ്യുന്നു? നേരത്തെ നിശ്ചയിച്ചിരുന്ന പാതയിൽ നിന്നും തെന്നി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു മിഷൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വർഷമെടുത്ത് ചെയ്ത ആ ഒരു മിഷൻ എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ് വിജയിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ചന്ദ്രയാൻ 2ന്റെ സിഗ്നൽ മൊത്തത്തിൽ ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ ഒക്കെ മൊത്തത്തിൽ നഷ്ടമായി പോയല്ലോ. പിന്നീട് നമുക്കറിയാം ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താണ് സ്പേസ് ഏജൻസിയുടെ ഒക്കെ ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ മൂണിനെയൊക്കെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ ആ ഒരു ടെലസ്കോപ്പിന്റെ ആ ഒരു വെർഷൻ ഒക്കെ നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അല്ലാതെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിന് ആ ഒരു ടെലസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ ഇന്ന പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തകർന്നു കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം, അതായത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ അത്രയും ആ ഒരു ടെലസ്കോപ്പിന്റെ ആ ഒരു ഇമേജിൽ നിന്നും എന്ത് ചെയ്യുന്നു? ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഷൺമുഖ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? അത് ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പോയിന്റ് ആണ് അല്ലെങ്കിൽ ലാൻഡർ ആണ് ആ കിടക്കുന്നത് എന്നുള്ള ആ ഒരു സംഭവം ആ ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുകയുണ്ടായി. പിന്നീട് അത് നമ്മുടെ ISRO എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റിൽ കിടക്കുന്നത് എന്താണ്? ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ ആണ് എന്നുള്ള ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 2 നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദ്രന്റെ 2 കിലോമീറ്റർ മുമ്പ് വെച്ച് എന്ത് ചെയ്യുന്നു? അതിന്റെ സിഗ്നൽ നഷ്ടമായി പോകുന്നു. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കത്തില്ല എന്നുള്ള വാശിയോടുകൂടി നമ്മൾ വീണ്ടും അടുത്ത ഒരു മിഷനുമായിട്ട് വരികയാണ്. അതാണ് നമ്മുടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഇതുവരെ നടത്തിയ ഏറ്റവും നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തേതിലേക്ക് പോകുന്നു. ചന്ദ്രയാൻ 2ന്റെ ഫോളോ ഓൺ നിർമ്മാണമാണ് ചന്ദ്രയാൻ 3. നമുക്കറിയാം ചന്ദ്രയാൻ 2 എന്ത് ചെയ്യണം? അതിന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യിക്കണം. അതുപോലെ അവിടെയുള്ള മഞ്ഞുപാളികളുടെ സാന്നിധ്യം എല്ലാം കണ്ടുപിടിച്ച് എക്സ്പെരിമെന്റ് ചെയ്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്.
സോ അതിന്റെ ആ എന്തോ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അതിന്റെ സിഗ്നൽ നഷ്ടമായി പോകുന്നത്. സോ ഇനി അങ്ങനെ തോറ്റു കൊടുക്കത്തില്ല, ഇനി അങ്ങനെ നഷ്ടമായി പോകത്തില്ല. സോ അതിന്റെ ആ ഒരു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ആ ഒരു പോയിന്റിൽ എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിനകത്ത് ഇനി അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നോണം അടുത്ത ഒരു മിഷൻ നമ്മൾ കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ചന്ദ്രയാൻ 3. ലോഞ്ച് ചെയ്ത ഡേറ്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. കാരണം കുറെ പേര് ചന്ദ്രയാൻ 2ന്റെ ഡേറ്റും ഇതൊക്കെ തമ്മിൽ ജൂലൈ 22 14 ഓഗസ്റ്റ് 23 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാറിപ്പോകും. അത് അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വരിക. 2023 ജൂലൈ മാസം 14 എന്നാണ്. 2023 ജൂലൈ മാസം 14 എന്ത് ചെയ്യുന്നത്, ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ LGS phase 1 ചോദിച്ചു, കഴിഞ്ഞ 10th മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇനിയുള്ള അങ്ങോട്ടുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിനകത്തും പ്രതീക്ഷിക്കാം. സോ ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞേ 2023 ജൂലൈ മാസം 14, 22 അല്ല, ഓഗസ്റ്റ് 23 അല്ല, മാറിപ്പോകരുത് കേട്ടോ. 2023 ജൂലൈ മാസം 14. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? എല്ലാം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. സോ വിക്ഷേപണം ആ ഒരു പോയിന്റിലാണ്. ഇനി വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ്? അതായത് LVM3 ലോഞ്ചറിന്റെ 4ാമത്തെ മിഷനായ LVM3M4 എന്ന ആ ഒരു വിക്ഷേപണ വാഹനത്തിലാണ് എന്ത് വിക്ഷേപിക്കുന്നത്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് അല്ലെ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? LVM3M4 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചന്ദ്രയാൻ 3ന്റെ ഭാരം എത്ര kg ആണ്? എത്രയാണ്? 3895. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4000 അടുപ്പിച്ച് കിലോഗ്രാം ഭാരം എന്തിനുണ്ട്? ചന്ദ്രയാൻ 3-നുണ്ട്. അപ്പം 3895 ആണ്. 3895 കിലോഗ്രാം ഭാരമാണ് ചന്ദ്രയാൻ 3ന്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചിരിക്കണേ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയ ഡേറ്റ് എന്നാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ചന്ദ്രയാൻ 3 എത്തുകയാണ്. ഡേറ്റ് എന്ന് പറഞ്ഞേ 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. എന്നാണ് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തുന്നത്. ഈ സമയം ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഏത് സമയത്താണ്? ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പോയ സമയത്ത് ചന്ദ്രയാൻ 3-ൽ നിന്നുള്ള ഒരു മെസ്സേജ് എങ്ങോട്ടേക്ക് വരികയാണ്? ISROയ്ക്ക് വരികയാണ്. എന്താണ് ആ മെസ്സേജ്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. എന്താണ്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതായിരുന്നു ആ ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോ ഓർത്ത് വെച്ചിരിക്കുക, ഭ്രമണപഥത്തിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മാറുന്നത് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. മാറല്ലേ? ഓക്കെ, എങ്കിൽ 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചന്ദ്രയാൻ 2 പോലെ നമ്മൾ ഫ്ലോപ്പ് ആയി പോയില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ്? നേരത്തെ ഉദ്ദേശിച്ചതുപോലെ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില്, ഓക്കെ, ദക്ഷിണ ധ്രുവത്തില് 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുകയാണ്? അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് വളരെ വിജയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ. അതെല്ലാം നമ്മളെ ന്യൂസ് ചാനലിലെല്ലാം നമ്മള് അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മൊമെന്റില് അല്ലെ, അത് കറക്റ്റ് ആയിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ISROയിലുള്ള എല്ലാവരും, ഈവൻ നമുക്ക് പോലും ഒരു രോമാഞ്ചം വന്ന ഒരു മൊമെന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു മൊമെന്റ് അവിടെ ഇറങ്ങി, കറക്റ്റ് ആയിട്ട് ഇറങ്ങി എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മിഷൻ ഒരുവിധം നമുക്ക് വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നീട് അവിടെ നടക്കുന്ന എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. കാരണം ചന്ദ്രയാൻ 2-ന് പറ്റിയ അബദ്ധം അതായിരുന്നു അല്ലെ. ആ ഒരു പോയിന്റിൽ വെച്ച് സിഗ്നൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ അത് തകർന്ന് അവിടെ എവിടെയോ വീണ് പോവുകയാണ് ചെയ്തത്. സോ അങ്ങനെ നമുക്ക് പറ്റിയില്ല. ചന്ദ്രയാൻ 3 നമുക്ക് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാനായിട്ട് സാധിച്ചു.
അതുകൊണ്ട് തന്നെ ദാ നോക്കിക്കേ, ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന പദവി നമ്മൾ സ്വന്തമാക്കി അല്ലെ. എന്താണ്? നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ ആരും അങ്ങനെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു എന്ന ആ ഒരു പദവി, ആ ഒരു ചെയ്ത രാജ്യം എന്നുള്ള പദവി ആർക്ക് ലഭിക്കുന്നു? നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുന്നു. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 2023 ഓഗസ്റ്റ് മാസം 23, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. 2023 ആണ്, ഇതും 23 ആണ്. പിന്നെ ഓഗസ്റ്റ് മാസം മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി അല്ലെ. അപ്പോ 2023 ഓഗസ്റ്റ് മാസം 23 വൈകുന്നേരം 6:04 എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. സോറി, 6:04 എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിക്കണം. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 23. ഓക്കെ, 2023 ഓഗസ്റ്റ് മാസം 23 വൈകുന്നേരം 6:04 6:04 PM ആണ് കേട്ടോ. 6:04 PM എന്ത് ചെയ്യുന്നു? നമ്മുടെ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ ISROയ്ക്ക് ലഭിച്ച സന്ദേശം എന്തായിരുന്നു? ഇന്ത്യ, ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. അല്ലെ, അടിപൊളിയാണ് അല്ലെ. ഇന്ത്യ, ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നുള്ള ആ ഒരു സന്ദേശമാണ് എവിടെ നിന്ന് ലഭിക്കുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 3ന്റെ ആ ഒരു പോയിന്റിൽ നിന്നും, ആ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത പോയിന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് റഷ്യ ആണ്. ഓക്കെ, ആദ്യമായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ആരാണ്? റഷ്യ ആണ്. 1966 റഷ്യ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അതിനുശേഷം USA 1966 തന്നെ USA എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2013 ചൈനയാണ് മൂന്നാമതായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാ നോക്കിക്കേ, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 1 ആയിരുന്നു തിരങ്ക എന്നുള്ള പോയിന്റിൽ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആ ഒരു പോയിന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിവശക്തി പോയിന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പേര് നിർദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം മറന്നു പോകരുത്, ശിവശക്തി പോയിന്റ് ആണ്. ഇനി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23, നമുക്കറിയാം 2023 ഓഗസ്റ്റ് 23 അത് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. സോ ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഓഗസ്റ്റ് 23 എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് ഇനി മുതൽ എന്ത് ചെയ്യുകയാണ്? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ. ഓഗസ്റ്റ് 23 ഇനി മുതൽ ഏത് ദിനമാണ്? ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എങ്കിൽ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള 15 മിനിറ്റ് ചെയർമാനായ S. സോമനാഥൻ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? 15 minutes of terror എന്നായിരുന്നു. എന്തായിരുന്നു? 15 minutes of terror എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതിന് അവർക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ലക്ഷ്യങ്ങൾ നോക്കിക്കേ. 1, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിൽ 4ാമതായിട്ട് ഇതിനകത്ത് ഉൾപ്പെടാത്ത ഒരെണ്ണം തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. 1 നമ്മൾ എന്ത് പറഞ്ഞു? ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്,
റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. നമുക്കറിയാം ആ റോവർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ എല്ലാം നടന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പൊ റോവർ എന്ത് ചെയ്യണം, ചന്ദ്രനിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണിക്കണം. അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തണം. എന്താണ്, ആ സ്ഥലങ്ങളിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, ഓരോ കെമിക്കൽസിന്റെ ഒക്കെ അളവുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തണം. ഇതൊക്കെ ആയിരുന്നു എന്ത്, ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. അപ്പൊ ചന്ദ്രയാൻ 4 അല്ലെ, ചന്ദ്രയാൻ 4 എന്ത് ചെയ്യുകയാണ്, അടുത്തതായിട്ട് അവരുടെ പ്രോജക്റ്റ് പ്ലാനിങ്ങിലൊക്കെ നടക്കുകയാണ്. അപ്പം ചന്ദ്രയാൻ 4 എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ചന്ദ്രയാൻ 4 അവിടെ നിന്ന് മണ്ണൊക്കെ സ്വീകരിച്ച്, അല്ല മീൻസ് കളക്ട് ചെയ്ത് നമ്മുടെ ഭൂമിയിൽ കൊണ്ടുവന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക എന്നതൊക്കെയാണ് ചന്ദ്രയാൻ 4 ഇനി വിക്ഷേപിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി പ്ലാനിങ്ങിലുള്ള അടുത്ത ഒരു മിഷന്റെ മെയിൻ എയിം എന്നൊക്കെ ISRO പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ മണ്ണും കല്ലും ഒക്കെ എന്ത് ചെയ്യണം, ഭൂമിയിൽ എത്തിച്ചിട്ട് ഇവിടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് അടുത്ത അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചന്ദ്രയാൻ 4 എന്നുള്ള മിഷനിലൂടെ അവർ പ്രധാനമായും കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3ന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചല്ലോ. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ലാൻഡറിന്റെ പേരെന്താണ്? ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ്. എന്താണ്? വിക്രം. വിക്രം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ധൈര്യം എന്നാണ്. വിക്രം, ലാൻഡറിന്റെ പേരാണ് വിക്രം. ഓർത്തു വെച്ചിരിക്കുക. എന്താണ്, ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുന്ന ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ പേരാണ് എന്താണ്, വിക്രം. അതിനകത്താണ് റോവർ ഉള്ളത്. റോവറിന്റെ പേരാണ് എന്ത്? പ്രഗ്യാൻ. ഈ പ്രഗ്യാനാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ നടന്ന് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രഗ്യാൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ജ്ഞാനം എന്നാണ് അല്ലെ, ജ്ഞാനം എന്നാണ് പ്രഗ്യാൻ എന്ന വാക്കിന് അർത്ഥം. അപ്പൊ ലാൻഡർ ചോദിച്ചാൽ വിക്രമാണ്, റോവർ ചോദിച്ചാൽ പ്രഗ്യാനാണ്. ഇത് കൊണ്ട് തിരിച്ചും മറിച്ചും എഴുതി വെക്കല്ലേ കേട്ടോ. ഇനി ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് എവിടെ വെച്ചിട്ടായിരുന്നു? അതായത് ഇപ്പം ഈ ഒരു ചന്ദ്രനിൽ ഈ ഒരു ലാൻഡർ ഇങ്ങനെ ഇടിച്ചിറങ്ങണമല്ലോ. അപ്പൊ ഇടിച്ചിറങ്ങുന്നത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇടിച്ചിറങ്ങുന്നുണ്ടോ? കാരണം ചന്ദ്രയാൻ 2 ഫ്ലോപ്പ് ആയി പോയത് എങ്ങനെയായിരുന്നു, ആ ഒരു പോയിന്റിൽ വെച്ച് ആ സിഗ്നൽ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. സോ ഈ ഒരു ചന്ദ്രന്റെ സർഫസ് എന്നോണം ഉള്ള ഒരു സർഫസ് എന്ത് ചെയ്യുന്നു, തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്ത് മണ്ണില് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു എന്ത് ചെയ്യുകയാണ്, ലാൻഡർ അവിടെ വെച്ച് പരീക്ഷണം നടത്തുകയാണ്. കറക്റ്റ് ആയിട്ട് ആ വിക്രം അവിടെ ഇടിച്ചിറങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരീക്ഷിച്ച് നോക്കിയത് ഇവരെവിടെ വെച്ചിട്ടായിരുന്നു? തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിൽ വെച്ചിട്ടായിരുന്നു അവര് അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത്. ഇനി ഒരു ചന്ദ്രദിനം, അതായത് ഭൂമിയിലെ 14 ദിനങ്ങളാണ് ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം. ഒരു ചന്ദ്രദിനം, അപ്പൊ ഒരു ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ചന്ദ്രദിനമാണ്. അതായത് ഭൂമിയിൽ എത്ര ദിനങ്ങളാണെന്ന് ചോദിച്ചാൽ 14 ദിനങ്ങളാണ്. അപ്പൊ ലാൻഡറിന് ഇന്ത്യയുടെ 3 പേലോഡുകളും നാസയുടെ 1 പേലോഡും ഉണ്ടായിരുന്നു. ലാൻഡറിൽ എന്തുണ്ട്? ഇന്ത്യയുടെ 3 പേലോഡുകളും നാസയുടെ 1 പേലോഡും ഉണ്ടായിരുന്നു. ഇതിന്റെ മൊത്തത്തിലുള്ള ചെലവ്, ചന്ദ്രയാൻ 3ന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് എത്രയാണ്? 615 കോടി രൂപയാണ്. എത്രയാണ്? 615 കോടി രൂപയാണ്. ലാൻഡറിലുള്ള ഇന്ത്യയുടെ 3 പേലോഡുകൾ ഏതൊക്കെയായിരുന്നു? ലാൻഡറിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ 3 പേലോഡുകൾ, നാസയുടെ ഒരെണ്ണമാണ് ഉള്ളത്. ലാൻഡറിലുള്ള ഇന്ത്യയുടെ 3 പേലോഡുകളുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ 3 എണ്ണം തന്നിട്ട് ഇതിനകത്ത് ഇന്ത്യയുടെ പേലോഡ് അല്ലാത്തത് ചോദിക്കാം. അതുകൊണ്ട് അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. രംഭ LP എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേലോഡ് ആണ് ഇത്, ഈ രംഭ LP എന്ന് പറയുന്നത്. ഓക്കെ, രംഭ LP, അതിനൊക്കെ ഫുൾ നെയിം ഉണ്ട്, ജസ്റ്റ് അത് ഷോർട്ട് ആക്കി ഒന്ന് പറയുന്നു മാത്രം കേട്ടോ. ഇനി ചസ്തയുണ്ട്. ചസ്ത എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ പോളാർ റീജിയനിൽ സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുന്നത്, ഈ ഒരു പേരിലുള്ള ഒരു പേലോഡ് അതിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ചസ്ത എന്ത് ചെയ്യാണ്, ചന്ദ്രന്റെ പോളാർ റീജിയനിന് സമീപത്തെ ചന്ദ്രന്റെ ഉപരിതലത്തിലെ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു,
വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇനി ILSA ആണ് ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിന്റെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിന്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ILSA എന്ന് പറയുന്ന പേലോഡ് അതിനകത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡ് ആണേത്? LRA എന്താണ്? ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ദൂരം കണക്കാക്കുന്ന ഒരു ഉപകരണമാണ് LRA എന്ന് പറയുന്നത്. സോ അത് നാസയുടെ പരീക്ഷണമാണ്. ഇനി റോവറിന് എത്ര പേലോഡുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ റോവറിന് എത്ര പേലോഡുകൾ ഉണ്ട്? നമുക്കറിയാം ലാൻഡറിന്റെ പേലോഡ് ലാൻഡർ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്താണ് പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. സോ ഇവിടെ പറഞ്ഞ ഈ ലാൻഡറിനകത്തുള്ള 3 പേലോഡുകളും എന്താണ്? ഒന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളും കണ്ടെത്തുന്നു. അത് ലാൻഡർ നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ചന്ദ്രന്റെ പോളാർ റീജിയണിന് സമീപത്തെ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള അതും ഉപരിതലത്തിലുള്ളതാണ്, ആ ഒരു പോയിന്റിലുള്ള രാസവസ്തുക്കൾ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താപവ്യതിയാനങ്ങളൊക്കെ അടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ലാൻഡറിനകത്ത് തന്നെ വെച്ചതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? ലാൻഡർ ഇറങ്ങുമ്പോൾ ആ ഒരു ലാൻഡറിന്റെ ആ ഒരു പ്രകമ്പനം വെച്ചിട്ട് അളക്കുന്നതാണ്. സോ ലാൻഡറിനകത്തുള്ളത് ആ 3 പേലോഡുകളാണ്. അതുകൂടാതെ നമ്മുടെ നാസയുടെ വേറൊരെണ്ണം കൂടി LRA എന്ന് പറയുന്ന ഒരു ഇത് കൂടി ഉണ്ട്. അത് ആ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ദൂരം ആ ലാൻഡർ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ദൂരം കണക്കാക്കാൻ സാധിക്കുന്നു. ഇനി റോവറിനകത്ത് എത്ര പേലോഡുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 പേലോഡുകളാണ്. റോവർ ആണ് എന്ത് ചെയ്യുന്നത്? ആ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന് പോയി അവിടെ എല്ലാം എന്ത് ചെയ്യുന്നത്? പരീക്ഷണങ്ങൾ നടത്തുന്നത്. സോ അതിനകത്ത് എന്തുണ്ട്? 2 പേലോഡുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് LIBS. എന്താണ്? ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിപ്സ് യൂസ് ചെയ്യുന്നത്. ലിപ്സ് ആദ്യമായിട്ട് സൾഫറിന്റെ സാന്നിധ്യം ചന്ദ്രനിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഒരു റോവറിനകത്തുള്ള പേലോഡ് എന്ത് ചെയ്യുന്നു? ലിപ്സ് എന്ന് പറയുന്ന പേലോഡ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എന്തുണ്ട്? സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഇനി APXS ഉണ്ട്. APXS എന്ത് ചെയ്യുകയാണ്? ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് APXS എന്നുള്ള പേലോഡ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഇത്. ഇനി ഈ ഓരോ പേലോഡുകളും നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് മെയിൻ ആയിട്ടുള്ള 5 പേലോഡുകളൊക്കെ ഉണ്ട്. ആ പേലോഡുകളുടെ ഫുൾ നെയിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫുൾ നെയിം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. രംഭ LP എന്ന് പറയുന്നത് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്ഫുൻ പ്രോബ് എന്നാണ്. ചസ്തയുടേത് ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ്. ILSA ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. LRA ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ എന്നാണ്. ലിപ്സ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. APXS ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ A to Z കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. നമ്മളിവിടെ LGS പരീക്ഷ 10th ലെവൽ മാത്രമല്ല എല്ലാ പരീക്ഷകളും ഏത് പരീക്ഷയ്ക്ക് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ഫുൾ മാർക്ക് നേടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് മൊത്തത്തിൽ പഠിച്ചങ്ങ് തീർക്കുകയാണ്. അത്രേ ഉള്ളൂ എവിടെ നമ്മുടെ ചന്ദ്രയാനിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ചന്ദ്രയാൻ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു. ഇനി ഇതിൽ നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആദ്യമേ ചന്ദ്രനിലേക്ക് പോയെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്? സൂര്യനിലേക്ക് പോവുകയാണ് അല്ലെ? അപ്പൊ സൂര്യനിലേക്ക് പോകുന്നത് നമ്മൾ ഏത് പേടകത്തിനകത്താണ്? ആദിത്യ L1 എന്ന പേടകത്തിലാണ്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ആദിത്യ L1മായി ബന്ധപ്പെട്ട കഴിഞ്ഞൊരു തവണ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1ന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ചോദ്യം ചോദിച്ചിരുന്നത്. സോ ആദിത്യ L1നെ കുറിച്ചുള്ള നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. സോ ഇനി നമുക്ക് ആദിത്യ L1മായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം അല്ലെ? അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആദിത്യ L1നെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. ആദിത്യ L1 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണേത്? ഈ പറയുന്ന ആദിത്യ L1. അപ്പൊ ചന്ദ്രയാൻ ചന്ദ്രനിലേക്കാണെങ്കിൽ ആദിത്യ L1 എങ്ങോട്ടേക്കാണ്? സൂര്യനിലേക്കാണ് അല്ലെ? അപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? ഡേറ്റ് നോക്കിക്കേ.
2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ്. ചന്ദ്രയാൻ 3 ഒക്കെ വിക്ഷേപിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:50 ആദിത്യ L1 വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേരൊന്ന് പഠിച്ചേ. PSLV-C-57 ആണ്. ഏതാണ്? PSLV-C-57 എന്നുള്ള വിക്ഷേപണ വാഹനത്തിലാണ് നമ്മുടെ ആദിത്യ L1നെ കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആദിത്യ L1 വിക്ഷേപിക്കുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗരകൊടുങ്കാറ്റിന്റെ ഫലങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനം. ഓക്കെ, സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ എങ്ങനെയാണ്, സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ സൂര്യന്റെ ഉപരിതലം, ബാഹ്യവലയങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിശദമായി പഠിക്കുക. സൂര്യന്റെ ഉപരിതലത്തെ പറ്റിയിട്ടും ബാഹ്യവലയങ്ങളെയൊക്കെ പറ്റിയിട്ടും എന്ത് ചെയ്യണം? പഠിക്കണം. മാത്രമല്ല പേടകം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെയും എത്തിച്ചേരുന്ന ലഗ്രാഞ്ച് പോയിന്റിലെയും ബഹിരാകാശം എങ്ങനെയാണെന്നും അവിടുത്തെ ചാർജുള്ള കണങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുക? പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ആദിത്യ L1ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. ഒന്ന് എന്താണ്? സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം പഠിക്കണം. ഓക്കെ, സൂര്യന്റെ പുറംഭാഗത്ത് നമ്മൾ ഓർക്കുക, നമ്മൾ ചന്ദ്രനിൽ പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്ര ദൗത്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചന്ദ്രനിൽ ഇറങ്ങി എന്ത് ചെയ്യാം? കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഓക്കെ ആണ്, ഒരു എക്യുപ്മെന്റിനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് അവിടെ ഉള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് സൂര്യനിൽ പോയി ഇറങ്ങി ആ ഒരു പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമോ? അതാണോ നമ്മുടെ ആദിത്യ L1? അല്ല, സൂര്യന്റെ അടുത്ത് പോലും എത്താൻ സാധിക്കത്തില്ല. ഏതോ അങ്ങറ്റത്തെ ഏതോ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? സൂര്യനെ നിരീക്ഷിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നതിന് പകരം കുറച്ചും കൂടെ ദൂരെ പോയി നിന്നിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മേളിൽ പോയി നിന്നിട്ട് ആ പോയിന്റിൽ നിന്ന് സൂര്യനെ നിരീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ആദിത്യ L1 എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങിയതുപോലെ സൂര്യനിൽ പോയി ഇറങ്ങി അവിടെ ഒന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ കരിഞ്ഞുണങ്ങി പോകും അല്ലേ? ഓക്കെ, അപ്പോ സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം പഠിക്കണം, ബഹിരാകാശ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണം, സൗര കൊടുങ്കാറ്റ് മൂലം ഉണ്ടാകുന്ന അവിടുത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ സൂര്യന്റെ ഉപരിതലം, ബാഹ്യവലയങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കണം. പിന്നെ പേടകം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെയും എത്തിച്ചേരുന്ന ലഗ്രാഞ്ച്, ഇത് പേടകം പോയി നിൽക്കാൻ പോകുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ച് പോയിന്റ്. ഈ ലഗ്രാഞ്ച് പോയിന്റിലെയും ബഹിരാകാശം എങ്ങനെയാണെന്നും അവിടുത്തെ ചാർജുള്ള കണങ്ങളെ കുറിച്ചും പഠിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആദിത്യ L1ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ആകെ ദൂരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇവിടെ നിന്നും നമ്മൾ സൂര്യനിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എത്ര ദൂരം നമ്മൾ പിന്നിടണം? 5 കോടി കിലോമീറ്റർ പിന്നിടേണ്ടതായിട്ട് വരും അല്ലെ? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 5 കോടി കിലോമീറ്റർ ആണ്. എത്രയാണ്? 5 കോടി കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 7 പേലോഡുകൾ എവിടെയുണ്ട്? നമ്മളെ ആദിത്യ L1നകത്തുണ്ട്. എത്രയാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 7 പേലോഡുകളുമായിട്ടാണ് നമ്മൾ ആര് പോയിട്ടുള്ളത്? ആദിത്യ L1 പോയിട്ടുള്ളത്. ആ പേലോഡുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചേ. വിസിബിൾ ലൈൻ എമിഷൻ കൊറോണോഗ്രാഫ്, അതാണ് VELC. സോളാർ അൾട്രാവയലറ്റ് ടെലസ്കോപ്പ് ഉണ്ട്, അത് സ്യൂട്ട് എന്ന് പറയും. അതുപോലെ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട്, ഹീലിയോസ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, പാപ്പ. ഓക്കെ, അതുപോലെ അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റർ ഉണ്ട്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സോളെക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേലോഡുകളുമായിട്ടാണ് ആര് പോയിട്ടുള്ളത്? ആദിത്യ L1 പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇത്രയും പേലോഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് കൂടി ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എന്താണ് VLCയുടെ ഫുൾ ഫോം എന്താണ്? താഴെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കാനൊക്കെ പറയും. സോ അതനുസരിച്ച് ആൻസർ കൊടുക്കുക. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം എന്താണ്?
ആദ്യത്തെ 4 അതായത് ഈ ഒരു 7 ഈ ആദ്യത്തെ 4 എന്താണ് പേലോഡുകൾ ഉണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് റിമോട്ട് സെൻസിങ്? വിദൂര സംവേദനം അല്ലെ? വിദൂര സംവേദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 പേലോഡുകളാണ് ഈ ആദ്യം കൊടുത്തിട്ടുള്ള 4. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫും, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പും, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും, ഹൈ എനർജി L1 ഓർബിറ്റൽ എക്സ്റേ സ്പെക്ട്രോമീറ്ററും. ഇതൊക്കെ എന്താണ്? റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവസാന 3 എന്ന് പറയുന്നത് ഇൻസിറ്റു ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ഇൻസിറ്റു പരീക്ഷണത്തിനുള്ളതാണ്. എന്താണ് ഇൻസിറ്റു എന്ന് പറഞ്ഞാല്? ഉപഗ്രഹ പരിസരങ്ങളെയും അവിടുത്തെ പദാർത്ഥങ്ങളെയും അവിടുത്തെ പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന, അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെയാണ് ഇൻസിറ്റു ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അത് ആദിത്യ സോളാർ വിൻഡ് പ്രാക്ടീസ് എക്സ്പെരിമെന്റ്, അവിടുത്തെ ആ വിൻഡിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്ലാസ്മ അനലൈസർ, ഇതിനെ കുറിച്ച് പ്ലാസ്മ റേസിനെ പറ്റിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രൈ ആക്സൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ് ഒക്കെ എന്താണ്? ഇൻസിറ്റു ഉപകരണങ്ങളാണ്. ഓക്കെ, ഉപഗ്രഹ പരിസരങ്ങളെയും അവിടുത്തെ പദാർത്ഥങ്ങളെയും അവിടെ തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന രീതിയാണ് ഇൻസിറ്റു എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതാണ് ആദ്യത്തെ 4 റിമോട്ട് സെൻസിങ്ങും അവസാനത്തെ 3 എന്ന് പറയുന്നത് ഇൻസിറ്റു എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഏത് ഇടത്തിൽ നിന്നുമാണ് ബഹിരാകാശത്തിൽ ആദിത്യ L1 സൂര്യനെ നിരീക്ഷിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, സൂര്യനിൽ പോയി ഇറങ്ങി നിരീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പകരം ഇതിപ്പോ നമ്മുടെ ഭൂമിയാണെങ്കിൽ, ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും കുറച്ച്, ഇവിടെ സൂര്യൻ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ സൂര്യൻ നിൽക്കുന്നു. സൂര്യന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. പകരം ഭൂമിയിൽ നിന്നും കുറച്ച് ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ എത്തി നിന്നുകൊണ്ട് എന്ത് ചെയ്യുവാണ്? സൂര്യനെ നിരീക്ഷിക്കുകയാണ്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മള് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ലഗ്രാഞ്ച് പോയിന്റ് L1 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഏത് ഇടത്തിൽ നിന്നുമാണ് ബഹിരാകാശത്തിൽ ആദിത്യ L1 സൂര്യനെ നിരീക്ഷിക്കുന്നത്? ആദിത്യ L1 ദാ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ആദിത്യ L1 ഇവിടെ ഇരുന്ന് ഈ നിൽക്കുന്ന പോയിന്റിന്റെ പേരെന്താണ്? L1 പോയിന്റ് എന്നാണ്. ലഗ്രാഞ്ച് പോയിന്റ് L1 എന്നാണ് പറയുന്നത്. ഇത് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ഒരു പോയിന്റ് ആണ് ഇത്, ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ട്, ബഹിരാകാശത്തിലുള്ള ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ആദിത്യ L1 എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൂര്യനെ നിരീക്ഷിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതിടത്തിൽ നിന്നുമാണ് ബഹിരാകാശത്തിൽ ആദിത്യ L1 സൂര്യനെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലഗ്രാഞ്ച് പോയിന്റ് L1 ആണ്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള പോയിന്റ് ആണ് ഇത്, ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് വിളിക്കാനുള്ള കാരണം? ഇതൊരു ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനോടുള്ള ബഹുമതി ആയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ആ ഒരു പോയിന്റിന് ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ആരാണ് ആ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ജോസഫ് ലൂയി ലഗ്രാഞ്ച് ആണ്. ആരാണ്? ജോസഫ് ലൂയി ലഗ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഏതിടത്തിൽ നിന്നുമാണ് ബഹിരാകാശത്തിൽ ആദിത്യ L1 സൂര്യനെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ L1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നിരീക്ഷിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഭൂമിയിൽ നിന്നും ഓൾമോസ്റ്റ് 15 ലക്ഷം കിലോമീറ്റർ ദൂരെയാണെന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ലഗ്രാഞ്ച് പോയിന്റ് ചൂസ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ L1 എന്നുള്ള പോയിന്റിൽ വെച്ചുകൊണ്ട് സൂര്യനെ നിരീക്ഷിക്കാനുള്ള കാരണം, ആ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാകാതെ സദാസമയവും എന്ത് ചെയ്യാം? സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ L1 പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ ഒന്നും തന്നെ നിഴൽ തടസ്സങ്ങൾ അവിടെ വരുന്നില്ല. ഓക്കെ, ഫുൾ ടൈം എന്ത് ചെയ്യാം? സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഈ പോയിന്റിൽ ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായിരിക്കും. അതായത് ഇങ്ങോട്ടേക്കും പോകത്തില്ല, അങ്ങോട്ടേക്കും പോകത്തില്ല. ഈ ഒരു പോയിന്റിൽ തന്നെ ഭൂമിയിലേക്കുള്ള ഗ്രാവിറ്റേഷനും സണ്ണിലേക്കുള്ള ഗ്രാവിറ്റേഷനും കൂടെ ഈക്വൽ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ പോയിന്റിൽ ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ആകെ 5 ലഗ്രാഞ്ച് പോയിന്റുകളാണ് ഉള്ളത്. മൊത്തത്തിൽ എത്ര പോയിന്റുകളുണ്ട്? 5 ലഗ്രാഞ്ച് പോയിന്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ലഗ്രാഞ്ച് പോയിന്റിന്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു ലഗ്രാഞ്ച് പോയിന്റ് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് ചൂസ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, എങ്കിൽ ദാ ചോദിച്ച ചോദ്യം ഇവിടെ നിന്നായിരുന്നു. എന്തായിരുന്നു? ഭൂമിയിൽ നിന്നുള്ള L1 ന്റെ ദൂരം
ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തു വെക്കുക, ഇതിപ്പോ ഇവിടെയാണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. ഓക്കെ, സൂര്യൻ നിൽക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഭൂമി ഇവിടെയാണ്. ഓക്കെ, ഭൂമി ഇവിടെയാണ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം. ഈ ഒരു പോയിന്റ് ആണ് L1 എന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഒരു പോയിന്റ് L1. നമുക്ക് സൂര്യനെ കുറച്ചുകൂടെ മുകളിലോട്ട് ആക്കായിരുന്നു, ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം, ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം, ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം ഇത്രയാണ്. ഓക്കെ, ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം ഇത്രയാണ്. ആ ഒരു ദൂരം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം. ഈ ഒരു ദൂരം ഉണ്ടല്ലോ, ഈ ഒരു ദൂരത്തിന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഭൂമിയും L1ഉം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം. സൂര്യനെ ഇപ്പൊ അടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സ്ക്രീനിന്റെ അപ്പുറത്തും എല്ലാം വരയ്ക്കേണ്ടതാണ്. സോ സ്ക്രീനിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ അടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ദൂരം കണ്ടോ, ദൂരം കൂടുതലാണ്. അപ്പൊ ഇത് വെറും 1% മാത്രമാണ്. കണ്ടോ, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ 1% മാത്രമാണ് ഭൂമിയും ഈ L1ഉം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം, ഭൂമിയിൽ നിന്നുള്ള L1ന്റെ ദൂരം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഏകദേശം വെറും 1% മാത്രമാണ്. ഓക്കെ, ആ അത്രയും ദൂരത്ത് നിന്നാണ് L1 എന്ത് ചെയ്യുന്നത്? L1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് ആദ്യത്തെ L1 സൂര്യനെ നിരീക്ഷിക്കുന്നത്. സൂര്യന്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കും ആ ഒരു ഹോട്ട് അറ്റ്മോസ്ഫിയർ ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അല്ലെ. സോ ഈ ഒരു പോയിന്റ് ആണ് അതുകൊണ്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 1% ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ആദിത്യ L1 നിൽക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നതനുസരിച്ച് ഈ ബിന്ദുവും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ വലം വെക്കുന്നുണ്ടല്ലോ. സോ ഭൂമി വലം വെക്കുന്നത് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോയിന്റും ഈ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. L1 പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ പേടകത്തിന് എടുത്ത സമയം എന്ന് പറയുന്നത് 178 ദിവസമാണ്. എന്താണ് പറയുന്നത്? L1 എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും, ഈ ഒരു പോയിന്റിന് ചുറ്റും ഈ ഒരു പേടകത്തിന് ഭ്രമണം ചെയ്യുവാൻ വേണ്ടി, ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതെടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 178 ദിവസമാണ്. എത്രയാണ്? 178 ദിവസമാണ്. PSLVയുടെ എത്രാമത്തെ ദൗത്യമാണ് ഈ ഒരു എന്താണ് ആദിത്യ L1 എന്ന് പറയുന്നത്? PSLV എന്ന് പറയുമ്പോൾ ഒരുപാട് വിക്ഷേപണങ്ങൾ നടത്തുന്ന ഒരു വിക്ഷേപണ വാഹനമാണ് അല്ലെ. അതിന്റെ എത്രാമത്തെ ദൗത്യമാണെന്ന് ചോദിച്ചാൽ 59ാമത്തെ ദൗത്യമാണ്. ഇതിന്റെ ആകെ ദൂരം, ആകെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 1475 കിലോഗ്രാം ആണ്. എത്രയാണ്? ആകെ ഭാരം 1475 കിലോഗ്രാം ആണ്. ദൗത്യത്തിന്റെ കാലാവധി ആയിട്ട് പറയുന്നത് 5 വർഷവും 2 മാസവുമാണ് കേട്ടോ. 5 വർഷവും 2 മാസവുമാണ്. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗരദൗത്യം, മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞത് ചന്ദ്രദൗത്യമായിരുന്നു. ചന്ദ്രദൗത്യത്തിന്റെ കേസിൽ നമ്മൾ 4ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ പറഞ്ഞത്. അതുപോലെ തന്നെ സൂര്യന്റെ ദൗത്യം പറയുമ്പോഴത്തേക്കും, സൗരദൗത്യം പറയുമ്പോഴത്തേക്കും നമ്മൾ 4ാമത്തെ രാജ്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് സൗരദൗത്യം നടത്തുന്നത് ആരാണ്? ജപ്പാനാണ്. മറ്റേത് റഷ്യ ആയിരുന്നു. ഇവിടെ ആരാണ്? ജപ്പാനാണ്. അതിനുശേഷം അമേരിക്കയാണ്. അമേരിക്കയുടെ നാസ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ യൂറോപ്പാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത സൗരദൗത്യം നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയുടെ ISRO എന്ത് ചെയ്യുന്നത്? ആ ഒരു ദൗത്യം നടത്തുന്നത്. ഓക്കെ, അപ്പൊ സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആദ്യം നടത്തുന്നത്? ജപ്പാന്റെ ജാക്സയാണ്, അമേരിക്കയുടെ നാസ 2ാമത്, യൂറോപ്പിന്റെ EU 3ാമതാണ്. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഇനി ഇതിന്റെ ഈ ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി ആണ് അല്ലെ. തമിഴ്നാട് ചെങ്കോട്ട സ്വദേശിയായിട്ടുള്ള നിഗർ ഷാജി ആണ് പ്രോജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ഡോക്ടർ S ബിജു, മലയാളിയാണ്. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണ്? K ശങ്കര സുബ്രഹ്മണ്യനാണ്. പേടകത്തെ നിയന്ത്രിക്കുന്നത് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ്, ISTRAC. ഓക്കെ, അപ്പൊ ഈ ഒരു ടീമാണ് എന്ത് ചെയ്യുന്നത്? പേടകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പേടകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ്. ഇനി ഈ പദ്ധതി ആദ്യമായിട്ട് വിഭാവനം ചെയ്തത് 2008ലാണ്. ഈ ഒരു സൗരദൗത്യം ആദ്യമായിട്ട് ISRO ചെയർമാൻ ആയിട്ടുള്ള G മാധവൻ നായരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് 2008. എന്നാൽ നടക്കുന്നത് 2023ലാണ് അല്ലെ. ഇനി വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S സോമനാഥ് ആണ് അല്ലെ. ഈ ഒരു
എന്താണ് ആദിത്യ-L1 വിക്ഷേപിച്ച സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടത്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. എങ്കിൽ ആദിത്യ-L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് എപ്പോഴാണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് കേട്ടോ. 2023 സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് ആദിത്യ-L1 എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടക്കുന്നത്. ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തുന്നത് എന്നാണ്? 2024 ജനുവരി മാസം 6-ാം തീയതിയാണ്. ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥം, ലഗ്രാഞ്ച് പോയിന്റ് ആണ് ഈ ഒരു ലഗ്രാഞ്ച് പോയിന്റുള്ള ഹാലോ ഭ്രമണപഥത്തിൽ നമ്മുടെ ആദിത്യ-L1 എത്തുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 2024 ജനുവരി മാസം 6-ാം തീയതിയാണ്. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ ആരെത്തുന്നത്? നമ്മുടെ ആദിത്യ-L1 എത്തുന്നത്. ചില സോഴ്സസിനകത്ത് 126 എന്നും പറയാറുണ്ട് കേട്ടോ. ഈ ISROയുടെ തന്നെ 126 എന്നും 127 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് അനുസരിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം 127 എന്നുള്ളത് കോമൺ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്നാൽ 126 എന്നും ചിലതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ 2018 ഓഗസ്റ്റിൽ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ച രാജ്യം ഏതായിരുന്നു? സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിക്കുന്നത് USA ആണ്. ഈ പാർക്കർ സോളാർ പ്രോബ് എന്താണെന്ന് ചോദിച്ചാൽ 2021 ഡിസംബറിൽ സൂര്യന്റെ മുകളിലെ അന്തരീക്ഷത്തിലെയും ബാഹ്യ വലയത്തിലെയും കാന്തിക കണങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച സൗരദൗത്യമായിരുന്നു ഏത്? പാർക്കർ സോളാർ പ്രോബ് അല്ലെ. ഡിസംബറിൽ സൂര്യന്റെ മുകളിൽ അന്തരീക്ഷത്തിലെയും ബാഹ്യ വലയത്തിലെയും കാന്തിക കണങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച സൗരദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാർക്കർ സോളാർ പ്രോബ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ ആദിത്യ-L1മായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യണം. സോ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത് നല്ലതുപോലെ പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.